ഖരമാലിന്യം റെയിൽവേ സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. റെയിൽവേയുടെ വാദം തള്ളി മേയർ. അതാ വീണ്ടും റെയിൽവേയുടെ വാദം തള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര്യ രാജേന്ദ്രനും കുറച്ച് തള്ളിയിട്ടുണ്ട്. അതായത് ഖരമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇത്രയും വേസ്റ്റ് വരാൻ കാരണം. അതുകൊണ്ട് വേറെ അല്ലാതെ അവിടെ വേസ്റ്റ് ഇല്ല, അവിടെ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനല്ല. അതായത് പലയിടത്തെയും പല വേസ്റ്റുകളും കൊണ്ട് വാരി എറിഞ്ഞിട്ട് പോകാൻ നിലവിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ തന്നെ നാട്ടുകാർ വന്ന് പല ന്യൂസ് റിപ്പോർട്ടർമാരെടുത്തും അവർ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഒരുപാട് വേസ്റ്റുകൾ അത് ആരാ കൊണ്ടിരുന്നത്, റെയിൽവേയാണ് കൊണ്ടിരുന്നത് അതോ സമീപവാസികളാണ് കൊണ്ടിരുന്നത്, അവരാണ്. ഇവിടെ പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തന്നെ ആ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റി കൊടുക്കേണ്ടത് കോർപ്പറേഷന്റെയും മേയറുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നാണ് ഇപ്പം പലയിടത്തും പല റെയിൽവേ ആണ് മറ്റൊരാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ആര്യ രാജേന്ദ്രൻ. ഖരമാലിന്യം റെയിൽവേ സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ തെളിയിക്കട്ടെ. റെയിൽവേയുടെ വാദം തള്ളി മേയർ. അതാ വീണ്ടും റെയിൽവേയുടെ വാദം തള്ളി മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആര്യ രാജേന്ദ്രനും കുറച്ച് തള്ളിയിട്ടുണ്ട്. അതായത് ഖരമാലിന്യം സ്വന്തം നിലയിൽ സംസ്കരിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഇത്രയും വേസ്റ്റ് വരാൻ കാരണം. അതുകൊണ്ട് വേറെ അല്ലാതെ അവിടെ വേസ്റ്റ് ഇല്ല, അവിടെ